ഓസ്ട്രിയയിൽ നിന്ന് ഫ്യൂറോഷൻ എടുത്തതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? എനിക്ക് ഫ്യൂറോഷൻ ഓസ്ട്രിയയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ലായിരുന്നു ഫസ്റ്റ്. കാരണം ഞാൻ ദുബായിൽ എനിക്ക് ലൈസൻസ് ഉണ്ടായതുകൊണ്ട് ദുബായിൽ നിന്ന് ഞാനിട്ട് മൂവ് ചെയ്തപ്പോൾ ഓൾറെഡി അത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ ലൈസൻസ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഓസ്ട്രിയൻ എന്താ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ദുബായ് ലൈസൻസിനുണ്ട്. അപ്പം അവർക്ക് ഡയറക്റ്റ് കൺവേർഷനുള്ള പോളിസീസ് ഉണ്ട് ദുബായ് ലൈസൻസ് ഉണ്ടെങ്കിൽ. അപ്പം എനിക്ക് അവിടെ ജസ്റ്റ് എൻ്റെ ദുബായ് ലൈസൻസ് ഇൻ്റർനാഷണൽ ലൈസൻസും എൻ്റെ ദുബായ് ഒറിജിനൽ ലൈസൻസും കൊണ്ട് അവിടെ ഷോ ചെയ്യണമായിരുന്നു. ഷോ ചെയ്യുമ്പോൾ അവർ ദുബായ് ലൈസൻസ് അവിടെ സറണ്ടർ ചെയ്യാൻ പറയും. സറണ്ടർ ചെയ്തിട്ട് ഒരു ഫീസ് അടയ്ക്കണം പുതിയ ലൈസൻസിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ എൻ്റെ അറിവിലൊരു 100 to 160 to 100 ആ റേഞ്ചിന്റെ ഇടയിൽ എന്തോ ഒരു എമൗണ്ട് വരും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ടും പ്ലസ് പുതിയ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ യൂറോപ്യൻ ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ കാർഡിന്റെ ഫീസും, ഇത് രണ്ടും മാത്രമായിരുന്നു നമുക്ക് പേ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ദുബായ് ലൈസൻസ് അവരെ സറണ്ടർ ചെയ്യുന്നു. സറണ്ടർ ചെയ്ത് കഴിയുമ്പം അവർ നമുക്ക് ഒരു 1 വീക്കിന്റെ ടൈം, 1 to 2 വീക്സിന്റെ ടൈമിൽ നമുക്ക് നമ്മുടെ അനുമോദനം ചെയ്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് യൂറോപ്യൻ ലൈസൻസ് അയച്ചു തരും. അത്രേ ഉള്ളായിരുന്നു എനിക്ക്. അപ്പം ദുബായ് ലൈസൻസ്